ബി.എൻ. ഹസ്കർ CPIM സഹയാത്രികൻ. ബി.എൻ. ഹസ്കർ, ഇന്ന് രാവിലെ അവിടെ വരുമ്പോൾ കെട്ടിടം തകർന്നു വീഴുന്നു, ഒരു പ്രശ്നവുമില്ല, പഴയ കെട്ടിടം തകർന്നു, അതിലാളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന ലഘൂകരണമാണ് സത്യത്തിൽ അപകടത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചതെന്ന വിമർശനം അവിടെ ഉണ്ടല്ലോ. പോട്ടെ, അതൊരു അബദ്ധം പറ്റിയതാവാം, മനഃപൂർവ്വമായി ചെയ്തതുമാവില്ല. പക്ഷേ പിന്നീട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ശ്രദ്ധക്കുറവുണ്ടായി, ഒരു ഉത്തരവാദിത്തരാഹിത്യം ഉണ്ടായി എന്ന് തുറന്ന് കേരളത്തോട് സമ്മതിക്കാൻ ഈ മന്ത്രിമാരുടെ ഈഗോ അവരെ സമ്മതിക്കുന്നില്ല എന്നുണ്ടോ? ശൗചാലയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ആ ശൗചാലയത്തിൽ വെച്ച് ഒരു വളരെ കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കളുടെ കൂടി മാതാവായിട്ടുള്ള ശ്രീമതി ബിന്ദുവിൻ്റെ മരണം വളരെ വേദനാജനകമായിട്ടുള്ളതാണ്. കാരണം സ്വാഭാവികമായും ഈ മരണത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന പ്രതിപക്ഷവും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ഇതിനെ ഊതി വീർപ്പിച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗമാകമാനം താറുമാറായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പഴയ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് പോലെ തകർന്നു വീണിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇതിനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിൽ ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കാൻ സംസ്ഥാന സർക്കാരും ഒരുപക്ഷെ മന്ത്രിയടക്കം ചെയ്യേണ്ടിയിരുന്നു എന്ന തോന്നലാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാര്യം മന്ത്രി ശ്രീമതി വീണ ജോർജിന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണെന്നും 2013 തന്നെ ആ കെട്ടിടം ഉപയോഗശൂന്യമാണെന്ന് PWD അടക്കം റിപ്പോർട്ടുകളുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും, എന്നാൽ 2016 കാലഘട്ടത്തിൽ മാത്രമാണ് KK ശൈലജ മിനിസ്റ്ററായിരുന്ന സമയത്താണ് അതിന് പുതിയ കെട്ടിടം പണിയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയും, എന്നാൽ കോവിഡ് സമയം മൂലം ആ കെട്ടിടം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞില്ല എന്നും അടക്കമുള്ള കാര്യം പറഞ്ഞു വരുന്നത്. പക്ഷേ അതിനപ്പുറം ആ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനും അത് മനസ്സിലാക്കി ഇടപെടുന്നതിനും ഒരുപക്ഷെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച തുറന്ന് സമ്മതിക്കുന്നതിന് ഒരു തരത്തിലും മടി കാണിക്കേണ്ട എന്ന് തോന്നുന്ന ആളാണ് ഞാൻ. കാരണം അതൊരു തെറ്റ് തന്നെയായിരുന്നു. അക്ഷന്തവ്യമായ ഒരു അപരാധം പോലെ അല്ലെങ്കിൽ ഒരു വലിയ വേദന പോലെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അത് തോന്നലുളവാക്കുന്നു എന്നുള്ളതിനപ്പുറം ഈ വിഷയത്തെ ഇത്രമാത്രം അപകടകരമാകുന്നു ആ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിൻ്റെ ആരോഗ്യ മന്ത്രിയെയും അതുപോലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയാകുമാനം അപമാനിക്കുന്നതിനു വേണ്ടി ചട്ടം കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന തോന്നലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം വായിച്ചുകൊണ്ടേയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയാണോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ആശുപത്രിയിൽ രോഗികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളില്ല എന്നൊരു ഡോക്ടർ പറയുന്നു. അപ്പോൾ ഇതാ മിനിറ്റ് വെച്ച് ഉപകരണങ്ങൾ വിമാനത്തിൽ വരുന്നു, ശസ്ത്രക്രിയ നടക്കുന്നു, രോഗികൾ ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അവിടെ 2013 മിസ്ഫിറ്റ് ആണെന്ന് രേഖപ്പെടുത്തിയ ഒരു കെട്ടിടം ഇപ്പോഴും ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടേക്ക് ആളുകളെ മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പഴയ കെട്ടിടത്തിൽ ഇപ്പോഴും ആളുകൾക്ക് കയറി ഇറങ്ങാൻ കഴിയും വിധത്തിലെല്ലാം തുറന്നു മലന്ന് കിടക്കുന്നു. എന്നിട്ട് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കെ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാൽ ഏത് കേരളത്തിൻ്റെ കുത്തകയാണ് ശ്രീ ഹസ്കർ താങ്കളടക്കമുള്ളവർ എടുക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെയും താങ്കളുടെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും കൂടി കേരളമാണ്. അതിൻ്റെ ഖ്യാതിയുടെയും അതിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദുർഖ്യാതിയുടെയും മുഴുവൻ ഭാരവും നിങ്ങൾ ഒറ്റയ്ക്കെടുക്കണ്ട, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? അല്ല നിഷാദ്, ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാതൃകയായിട്ട് കേരളത്തെ ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തെ നമ്പർ 1 ആണ് എന്നുള്ളത് കഴിഞ്ഞ 9 കൊല്ലക്കാലം ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ട് മാത്രമുള്ള നേട്ടമായിട്ട് കാണുന്ന ആളല്ല ഞാൻ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞതുപോലെ നിസ്തൂല സേവനം നടത്തുന്ന ഡോക്ടർ ഹാരിസിനെ പോലുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകർ കേരളത്തിലുണ്ട്. നിരവധി ഡോക്ടർമാരുണ്ട്, നിരവധി നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ നിരവധി പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂടി ശ്രമഫലമായിട്ടാണ് കേരളം നമ്പർ 1 എന്ന് ലോകത്താകമാനം അഭിമാനിക്കുകയും ലോകത്താകെ കണക്കുകളിലും കേരളം അങ്ങനെ ഒന്നാമതെത്തി നിൽക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതെന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ ഇടതുപക്ഷത്തിൻ്റെ മാത്രം നേട്ടം എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ലെന്ന് ഒരു ഇടതുപക്ഷ പ്രവർത്തകരും അങ്ങനെ അവകാശപ്പെട്ടാൽ അത് ചെറുതായി കാണുന്ന ഒരു സമീപനമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ മാത്രം നേട്ടം കൊണ്ടല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള മാറ്റമല്ല. പക്ഷേ
കേരളത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കൊളോണിയൽ ഹാങ് ഓവറിൽ കഴിഞ്ഞു വരുന്ന ഒരു അല്ല, അത് വേറെ കാര്യം. ബ്യൂറോക്രസിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം അതിനാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ബ്യൂറോക്രസിയുടെ പ്രശ്നം പരിഹരിക്കാനാണ്.